ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്നൊരു ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദാ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഞാൻ ഓഫീസിനകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ലക്ഷ്മിയാണ്. ഇതെൻ്റെ ഓഫീസ് ബെസ്റ്റിയാണ്. ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനിയായ ആളാണ്. അങ്ങനെ എത്തിയതാ എൻ്റെ സിസ്റ്റത്തിനടുത്തേക്ക് പോയി സിസ്റ്റം ഓണാക്കി എൻ്റെ വർക്ക് തുടങ്ങിയാണ് ഗൈസ്. അപ്പം നോർമലി എല്ലാ ദിവസത്തെ പോലെയല്ല, ഇന്ന് സാറ്റർഡേ ആണ്. നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേ എന്ന് പറയുന്നത്. പിന്നെ ഷിഫ്റ്റ് അനുസരിച്ച് മന്ത്ലി ഏതെങ്കിലും ഒരു സാറ്റർഡേ വർക്കിന് കയറണം. അതുകൊണ്ട് തന്നെ ആളും ബഹളം ഒന്നും ഇല്ലാത്ത, എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ആൾക്കാരെ കാണുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ടീ ബ്രേക്കാണ്. 11 മണിയൊക്കെ ആയപ്പോൾ ടീ ബ്രേക്ക് എടുത്തു. ടീ ബ്രേക്ക് നമ്മളൊരു ബ്ലാക്ക് ടീ ഒക്കെ കഴിച്ചു. ഇവിടെ ഡെയിലി വരുന്ന ഒരു പരുന്തും ഒരു കാക്കയും ഉണ്ട് കേട്ടോ. നമ്മൾ എന്ത് സ്നാക്സ് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ഉണ്ടോ അതിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് വെച്ച് കൊടുക്കുക, അവർ വന്ന് എടുത്തിട്ട് പോകും. അങ്ങനെ ടീ ബ്രേക്കും കഴിഞ്ഞ് ബാക്ക് ടു വർക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇത്, ഈശ്വര, ഇത് എൻ്റേതായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറച്ച് ഭാവങ്ങളാണ് ഗൈസ്, പേടിക്കണ്ട. അത് കഴിഞ്ഞ് 1:30 ആകുമ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് കാപ്പിയാണ് ഗൈസ് കൊണ്ടുവന്നത്. അപ്പോൾ അതും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്നറിയോ? അടുത്തൊരു മാർജിൻ ഫ്രീ ഉണ്ട്. അവിടെ പോയി ഡെയിലി എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഇങ്ങനത്തെ എന്തെങ്കിലും അൽക്കുലത്തെ സാധനങ്ങൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടൂല. അവിടെ പോയി ഈ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ, സാൻഡ്വിച്ച് ഐസ്ക്രീം. നമ്മൾ ഇതിൻ്റെ ഒരു ബിഗ് ഫാനെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കും. അങ്ങനെ ഐസ്ക്രീമും കുടിച്ച് റോഡ് വഴി ഇങ്ങനെ കഴിച്ചുകൊണ്ട് വരുവാണ്. കുഞ്ഞു കുട്ടികളല്ല, മുതുക്ക് കാളയാണ് കഴിച്ചത്. അപ്പോൾ ഐസ്ക്രീമും കഴിച്ച് ബാക്ക് ടു ഓഫീസ് എത്തി. ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം എന്തെങ്കിലും പറ്റുന്നതാണയാ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ. നമുക്ക് ബ്രേക്ക് കിട്ടുന്ന ടൈമല്ലേ, അപ്പോൾ ആരെങ്കിലും പറ്റി പറഞ്ഞില്ലെങ്കിലൊന്നും സമാധാനം വരില്ലല്ലോ. അങ്ങനെ ഞാനും അവളും ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്, എനിക്കൊരു പണി കിട്ടി എന്നുള്ളത്. ഓൾറെഡി എൻ്റെ ഫോൺ തറയിൽ വീണൊന്ന് പൊട്ടിയേ. അപ്പോൾ ഡിസ്പ്ലേ പോയത് അറിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ആ ബ്ലാക്ക് മാർക്കിങ് വലുതായി വന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, അതിൻ്റെ വിഷമത്തിൽ അങ്ങനെ ഇരുന്നു. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇറങ്ങിയപ്പോൾ കുറച്ച് മഴ, പിന്നെ മഴയും നനഞ്ഞ് വീടെത്തിയപ്പോൾ അമ്മ ചായ ഇട്ട് തന്നു. ചായയും മുറുക്കും കൂടെ കഴിച്ചു. പിന്നെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തി ഹസ്ബൻഡും കൂടെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തിരിച്ചു പോവാണ് ഗൈസ്. അങ്ങനെ ഇറങ്ങാൻ നേരത്തുള്ള സ്നേഹപ്രകടനമാണ് ഇതൊക്കെ. അങ്ങനെ അവരും പോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റാ, ബൈ ബൈ.